നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. അങ്ങനെ നമ്മുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് ബി അതിലെ സെക്ഷൻ എ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോടാ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നോടാ മക്കളെ? വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ് ഓഫ് ദ അരിത്മാറ്റിക് സീക്വൻസ്? 10, 16, 22 എന്ന സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പൊ മക്കളെ, നമുക്കറിയാം ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോകുന്നതാണ്, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കൂടാ? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാണോ നമ്മൾ ചെക്ക് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ ഇതാ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആൾക്കാര്, ആദ്യത്തെ ആളാരാടാ മക്കളെ? 40 അല്ലേ? 40നെ ഇവിടുത്തെ എനിക്കറിയാം ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് 10, പിന്നെ അതുപോലെ എന്താ 16, 22 ആണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 16 - 10 = 6 എന്ന് പറയുന്നതാണ് മക്കളെ നമ്മുടെ ഡി ആയിട്ട് വരിക. ഇനി 40നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോടാ മക്കളെ? ഇല്ലാലോ. 6 6 are 36. ബാക്കി റിമൈൻഡർ എത്ര വരും? 4 വരും. അപ്പൊ എന്തായിരിക്കില്ല? ഓപ്ഷൻ എ ആയിരിക്കില്ല. ദെൻ അടുത്തത് 51ന് ഞാൻ എന്ത് ചെയ്യാൻ പോടാ മക്കളെ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ എത്രയായിരിക്കും വരിക? 6 36 7 42 8 6 7 6 42 8 6 48 8 6 are 48 ആണ് വരിക. ബാക്കി എത്ര വരും മക്കളെ? 3 വരും. ദെൻ അടുത്തത് അപ്പൊ ബി ആവാനും സാധ്യതയില്ല, കാരണം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലല്ലോ. അടുത്തത് 48നെ ഞാൻ 6 കൊണ്ട് ആക്കാൻ പോവാണ്. അപ്പൊ എത്രയാണോ മക്കളെ വരിക എന്ന് പറയുന്നത്? 8 6 are 48 അല്ലേ വരിക. ബാക്കി റിമൈൻഡർ എന്തോന്നു? 0 വന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതാണാ മക്കളെ? ഓപ്ഷൻ സി ആടാ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ നോർമലി വെക്കുക, ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന, അതായത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ റിമൈൻഡർ 0 ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? In the picture, the rectangle joining the midpoint of the sides of right triangle is drawn. If a point is marked arbitrarily within the triangle, what is the probability that it will be within the rectangle? അതായത് ഒരു വട്ടത്രികോണത്തിന്റെ 3 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് ഒരു ചതുരം വരച്ചിരിക്കുകയാണ്. അതിൽ ഞാനിവിടെ ചിത്രത്തിൽ നോക്കാതെ ഒരു വര വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കുത്ത്, അതിനുള്ള ഒരു കുത്തിടുകയാണെങ്കിൽ അത് ചതുരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഞാന് ഇവിടെ നിന്ന് ഇവിടേക്ക് ഈ കാണുന്ന ഈ ഒരു രീതിയിൽ ഈ ഒരു ഡയഗണൽ വരയ്ക്കാണെന്ന് വിചാരിക്കുക, ഈ ഒരു ഡയഗണൽ വരയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കിയടാ മക്കളെ, ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ, ഈ 4 ട്രയാങ്കിൾസിന്റെയും എന്തായിരിക്കും മക്കളെ? ഏരിയ ഈക്വൽ ആയിട്ടായിരിക്കും വരിക. 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഈ മൊത്തം ഈ ഒരു വലിയ ട്രയാങ്കിളില് മൊത്തം എത്ര ചെറിയ ട്രയാങ്കിൾ വന്നൂടാ? 1 2 3 4 ആൾക്കാരാണ് ഉള്ളത്. അതില് ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയല്ലേ നമുക്ക് കുത്തു വേണ്ടത് അല്ലേ? ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്ര ട്രയാങ്കിളിലാണ് മക്കളെ ഉള്ളത്? 2 എണ്ണത്തിലല്ലേ ഉള്ളത്. അപ്പൊ 2/4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2ല് 2 എത്ര വട്ടാടാ? 1 ടൈംസും 4ല് 2 ടൈംസും. അപ്പൊ ഓപ്ഷൻ എന്താ പറയാ? 1/2 ആടാ മക്കളെ ആൻസർ ആയിട്ട് വരിക. അതായത് ഓപ്ഷൻ എ ആയിരിക്കൂടാ മക്കളെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാടാ മക്കളെ വരിക? അടുത്ത ചോദ്യം എന്തായിരുന്നു? ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് which of the following triangles can be a lateral face of a square pyramid? ഒരു സ്ക്വയർ പിരമിഡിന്റെ പാർശ്വമുഖമാകാവുന്ന ത്രികോണം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ നമുക്കറിയാം, അതായത് ഈ ലാറ്ററൽ ഫേസിൽ വരുന്ന ആ ഒരു ടോപ്പ് എൻഡിൽ ഏറ്റവും മുകളിലത്തെ ആ ഒരു ടോപ്പ് എൻഡിലെ വെർട്ടെക്സിൽ വരുന്ന ആംഗിള് എല്ലായ്പ്പോഴും അക്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ? ന്യൂനകോണായിരിക്കണം. 90 ഡിഗ്രിനേക്കാൾ കുറവായിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. 90 ഡിഗ്രിനേക്കാൾ കുറവായിരിക്കണം. അപ്പൊ ഇതാ ഈ ഓരോ ആംഗിളുകൾ എന്റെ മക്കളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇത് എത്രയാ വരിക? 35ഉം 35ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 70 അല്ലേ വരിക? 180 - 70 എത്രയായിരിക്കും വരിക? 110 ആയിരിക്കും. അപ്പൊ എന്താവാൻ സാധ്യതയുള്ള മക്കളെ? ഓപ്ഷൻ എ ആവാൻ സാധ്യതയില്ല. ഇവിടെ 40 + 40 എത്രയാ വരിക? 80 ആണ് വരിക. 180 - 80 = എന്തായിരിക്കും മക്കളെ വരിക? 100 ആണ് വരിക. ഇത് അക്യൂട്ട് ആണോ അല്ലെങ്കിൽ എന്താ പറയുക? ന്യൂനകോണാണോ? 90 ഡിഗ്രിനേക്കാൾ കുറവാണോ?
അല്ല, അപ്പൊ ഇതും ആയിരിക്കില്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയടാ 45ഉം 45ഉം ഈ ഒരു ആംഗിൾ എത്രയാണ് മക്കളെ വരിക? 90. 180 മൈനസ് 90 90 ആണ് വരിക. ഇതും അക്യൂട്ട് ആണോ? അല്ല, ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ് വരുന്നത് അല്ലേ? ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 പേരല്ല. ഇനി അടുത്തത് ഇത് നോക്കിയാലാടാ മക്കളെ 50 പ്ലസ് 50 50 പ്ലസ് 50 100 ആണ് വരിക. 180 മൈനസ് 100 എത്രയാണ് വരിക? 80 ഡിഗ്രി അല്ലേ വരിക? ഇതൊരു അക്യൂട്ട് ആംഗിൾ അല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക, ലാറ്ററൽ ഫേസ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിന്റെ ആ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ആ ഒരു ആംഗിള് എപ്പോഴും അക്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ 90 ഡിഗ്രിനേക്കാൾ കുറവായിരിക്കണം, ന്യൂനകോണായിരിക്കണം. മൂന്നും ഒരേ കാര്യം തന്നെയാണ്, ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാടാ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വേർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ x² മൈനസ് 4x ഇന്റർസെക്ട് ദ x ആക്സിസ്? x² മൈനസ് 4x എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതാ ഒന്നുമില്ല, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പാട്, ഈ x² മൈനസ് 4x എന്ന് പറയണ ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യാൻ പാടാ മക്കളെ, is equal to x² മൈനസ് 4x is equal to നോട്ട് കൊടുക്കാൻ പാടാ, is equal to 0 എന്ന് കണ്ടു കൊടുക്കാൻ പാടാ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പാടാ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും വരിക? ഈ രണ്ട് ടേമിലും ആര് കോമൺ ആയിട്ടുണ്ടോ മക്കളെ? എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എക്സിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും? x² ഒരു എക്സ് ബാക്കിയുണ്ട് അല്ലേ? x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? x ഇൻറ്റു എക്സ് അല്ലേ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു എക്സിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ ഒരു എക്സ് ഉണ്ടാവും. മൈനസ് അതുപോലെ തന്നെ ഇട്ടു. ഈ 4x ചെയ്ത് എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? 4 ഉണ്ട് ഇല്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊണ്ടുവന്നു. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു 0 വരുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾ എന്തായിരിക്കണം മക്കളെ? 0 ആവണ്ടേ? അപ്പൊ ഞാൻ നോക്കി, ഒന്നുകിൽ എനിക്ക് x ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ x മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊണ്ടു കൊടുക്കാം. അപ്പൊ x ഈസ് ഈക്വൽ ടു 0 ഇവിടെ ആവുമ്പോഴാണ് മക്കളെ x ഈസ് ഈക്വൽ ടു 0 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 4 എന്ന് കൊണ്ട് വരും. അതായത് എക്സിന്റെ വാല്യൂ 0 ആവാനും സാധ്യതയുണ്ട്, 4 ആവാനും സാധ്യതയുണ്ട്. ഇനി ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു പറഞ്ഞത്? എക്സാക്സിസുമുള്ള പോയിന്റ് എന്നല്ലേ പറയുന്നത്. ഈ എക്സാക്സിസുമുള്ള പോയിന്റുകളിലേക്ക് പ്രത്യേകത എന്താണ്? വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0 0 എന്ന് പറയുന്ന പോയിന്റും 4 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലടാ വരിക. 0 0 എന്ന് പറയുന്ന പോയിന്റും 4 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ വരിക. അപ്പോ ആൻസർ എന്തായിരിക്കും വരിക മക്കളെ? ഓപ്ഷൻ എ ആയിരിക്കും വരിക. അതായത് x അക്ഷത്തിന് മുറിച്ച് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു പോയിന്റ് നോക്കിയിട്ട് എഴുതുക. എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസിന്റെ ആണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് എഴുതുക. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ ആൻസർ വരിക? 0 0യും 4 0യും ആണ് മക്കളെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? The median daily wage of 25 workers in a factory is 1000 rupees. Read the following statements about their wages. അതായത് ഒരു സ്ഥാപനത്തിലെ 25 തൊഴിലാളികളുടെ ദിവസവേതനത്തിന്റെ മധ്യമം 1000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഈ ഒരു പ്രസ്താവനയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ വായിച്ചു നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദ ഡെയിലി വേജ് ഓഫ് എവറി വർക്കർ ഇൻ ദിസ് ഫാക്ടറി ഈസ് മോർ ദാൻ 1000 rupees. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എല്ലാം ദിവസവേതനം 1000 രൂപയിൽ കൂടുതലാണ്. ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് മിഡിലിൽ വരുന്ന ആളാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പേരുള്ളതെന്ന് പറഞ്ഞത്? 25 പേരല്ലേ വരുന്നത്. 25 പേരുടെ മിഡിലിൽ വരുന്ന ആൾ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും മക്കളെ കണ്ടുപിടിക്കുക? 25 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 26 ബൈ 2 ഈസ് ഈക്വൽ ടു 13ാമത്തെ ആള് അല്ലെ. ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് ഇവർ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ 13th ആളുടെ ആണ് 1000 വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും എന്താ പറയാ 1000 ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധം ഇല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? ഫോൾസ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 12 workers in this factory get 1000 rupees or more as daily wages. 12 പേർക്ക് എന്തായിരിക്കും പറഞ്ഞത്? 1000 രൂപയില് കൂടുതൽ കിട്ടുന്നത് എന്നാ പറയണത്.
ഓക്കെ ആടാ, അതാ നോക്കി നോക്കി, ഇവിടെ 1 മുതൽ 12 വരും, 13ാമത്തെ ആള് ഇവിടെ വരും, പിന്നെ വീണ്ടും ഇവിടെ 14 മുതൽ 25 പേര് വരും ഇല്ലേ. ഇവിടെയുള്ള ആൾക്കാരുടെ ഈ 13th ടേം ആണ് 1000 എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും, 1000-നേക്കാൾ കുറവും ഇവിടെയുള്ള ആൾക്കാര് 1000-നേക്കാൾ കൂടുതലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ. 13-നേക്കാൾ കുറവായിട്ട് 12 പേർക്ക് 1000-നേക്കാൾ കുറവും 12 പേർക്ക് 1000-നേക്കാൾ കൂടുതലാണ് ആ മക്കളെ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് മക്കളെ. എന്താ, 25,000 rupees is needed to pay 1 day's wage for the workers in this factory. ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ല. അപ്പൊ എന്താ പറയാ, ഇവിടെ ആകെപ്പാടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് മക്കളെ, 2 3 അല്ലേ വരുന്നത്, 2 3 അല്ലേ വരുന്നത്. അപ്പൊ ദാ ഇതിൽ ഏതാണ് 2 and 3, 2 3 ശരിയാണോ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ് മക്കളെ, ബി. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ചോദ്യം തരുന്നോടാ മക്കളെ. അടുത്ത ചോദ്യം അല്ല, വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. റീഡ് ദ 2 statements below. 2 1 5 3 11 7 are points on a straight line. ഇത് സ്റ്റേറ്റ്മെന്റ് 1 ആദ്യം ട്രൂ ആണോ എന്ന് എങ്ങനെയാണോ നോക്കുക. നമ്മൾ ഒരു ലൈനിലെ പോയിന്റ് ആണോ എന്നുള്ളത് നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് എന്താണ് മക്കളെ, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ. എങ്ങനെയാണ് മക്കളെ, y2 minus y1 divided by x2 minus x1 എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യാ. y2 minus y1 divided by x2 minus x1 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ ആ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കുക. ആ ഒരു സ്ലോപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ആ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട് മക്കളെ ഇല്ലേ. ഇതാ നോക്കിയേ, ഇതുപോലെയാണ് നമ്മൾ പറയുന്ന ആ ഒരു ലൈൻ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് നമ്മളുടെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ആ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു y2 minus y1 divided by x2 minus x1 ഇതല്ലേ വരിക. അപ്പൊ ഇതിന് x1 y1 ആയിട്ട് എടുക്കാം, 3-ലെ 5-നെ x2, 3-നെ y2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ വരിക, 3 minus 1 divided by 5 minus 2 അല്ലേ. ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടും മക്കളെ, എനിക്ക് 2/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇസ് ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദെൻ 5 3-ഉം 11 7-ഉം തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാടാ. എങ്ങനെയാ സ്ലോപ്പ് എങ്ങനെയാ വരിക, എന്തായിരിക്കും വരിക, 7 minus 3 divided by 11 minus 5 is equal to എന്തായിരിക്കും മക്കളെ വരിക, 4 divided by 6. ഇവിടെ 4 2 2s are 4, 3 2s are 6. 2/3 ഈ ഒരു 2 പോയിന്റ് നമ്മളുള്ള സ്ലോപ്പ് എത്രയാണ് മക്കളെ വന്നത്, 2/3 ആണ് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പക്ക കറക്റ്റ് ആണ് മക്കളെ. ഇവരുടെ 2 പേരുടെയും സ്ലോപ്പ് എന്താണ്, സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഭാഗമാണ് ഈ 3 പോയിന്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, എക്സാക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ചെരിവാണ്. എക്സാക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ചെരിവിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ, അടുത്തത് പ്രസ്താവന 2 അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് 2 എന്തായിരുന്നു, ഇൻ എ ലൈൻ നോട്ട് പാരലൽ ടു എയ്തർ ആക്സിസ് ഇഫ് യു ഡ്രോ ലൈൻസ് പാരലൽ ടു ദ ആക്സിസ് ത്രൂ എനി പെയർ ഓഫ് പോയിന്റ്സ് ദ റൈറ്റ് ട്രയാങ്കിൾ ദസ് ഫോംഡ് ആർ സിമിലർ. അതായത് അക്ഷരങ്ങളിലൊന്നിനും സമാന്തരമല്ലാത്ത വരയിലെ ഏതെങ്കിലും ഒരു ജോഡി ബിന്ദുക്കളുടെ അക്ഷങ്ങൾക്ക് സമാന്തരമായ വരകൾ വരച്ചാൽ കിട്ടുന്ന വട്ടത്രികോണങ്ങളെല്ലാം സദൃശ്യമാണ്. നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഒരു ഫിഗർ വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ. ഈ ഒരു സെയിം ഫിഗർ തന്നെയാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ്, ഈ ഒരു ലൈനിന്റെ പ്രത്യേകത എന്താണ്, എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലൽ അല്ല, സമാന്തരമായിട്ടുള്ള ഒരു വരിയല്ല. ഈ പറഞ്ഞ ആളെ ഇവിടെ നോക്കിയടാ, ഇതിൽ ഈ ഒരു പെയർ ഓഫ് പോയിന്റ്സിലെ ഈ 2 1 എന്ന് പറയണതിന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഈ 2 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. 5 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടും അതുപോലെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടും ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ 11 7 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു. നോക്കിയടാ മക്കളെ, എനിക്കിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് ഇല്ലേ. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ കിട്ടും. ഓൾറെഡി എനിക്കറിയാം ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക, ഈ ആംഗിൾ എന്തായിരിക്കും വരിക, 90 ഡിഗ്രി ആയിരിക്കും വരിക. ഈ ആംഗിൾ എന്തായിരിക്കും വരിക, 90 ഡിഗ്രി ആയിരിക്കും വരിക. അതുപോലെ ഏതൊക്കെ ആംഗിളാണ് മക്കളെ, ഈ ആംഗിളിന്റെയും പ്രത്യേകത എന്താണ് മക്കളെ, ഈ ആംഗിളിന്റെയും പ്രത്യേകത എന്താണ് വരിക,
ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, ഈ ലൈനും പാരലൽ ആണ് മക്കളെ. പാരലൽ ആവുമ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും വരിക, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ ആംഗിളും ഈ ആംഗിൾ എന്ത് ആംഗിൾസ് ആണ് മക്കളെ വരുന്നത്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ ഓൾറെഡി രണ്ട് ആംഗിൾ ഈക്വൽ ആയി, അതുകൊണ്ട് തന്നെ ഇതാ നോക്കിയാടാ മക്കളെ, മൂന്നാമത്തെ ആംഗിൾ എന്താവാനാണ് സാധ്യത, മൂന്നാമത്തെ ആംഗിൾ എന്താവാനാണ് സാധ്യത, ഈക്വൽ ആവും ഇല്ലേ. മൂന്നാമത്തെ തേർഡ് ആംഗിൾ ആയിട്ടുള്ള ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആവും ഇല്ലേ. അപ്പൊ ദാ ഈ ട്രയാങ്കിളിലെ രണ്ട് ട്രയാങ്കിളിലെയും രണ്ട് ആംഗിൾസ് ഉണ്ടായിടാ മക്കളെ, ഈക്വൽ ആയിട്ട് മാറി. രണ്ടല്ല മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ എന്തായിരിക്കും എന്ന് പറയണ മക്കളെ, എനിക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ഈ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് അതിലൂടെ, സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ഇല്ലേ. അവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നാ പറയണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയടാ, ഈ ഒരു സൈഡിന്റെ ലെങ്ത് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്, ഈ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എത്രയാണ് വരുന്നത്, 3 ആണ്. ഈ ഒരു പോയിന്റ് 7 ആണ് വരുന്നത്. 7 - 3, ഈ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും മക്കളെ വരിക, 4 ആയിരിക്കും വരിക. അതുപോലെ ഈ ഒരു പോയിന്റ് 3 ആണ്, ഈ ഒരു പോയിന്റ് 1 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്, 3 - 1 = 2 ആയിരിക്കും വരിക. അതുപോലെ ഈ സൈഡിന്റെ ലെങ്ത്, ഈ ഒരു പോയിന്റ് 5 ആണ്, ഇത് 2 ആണ്. 5 - 2 എത്രയായിരിക്കും വരിക, 3 ആയിരിക്കും വരിക. ദെൻ അടുത്തത് ഈ പോയിന്റ് 11 ആണ്, ഈ പോയിന്റ് 3 മക്കളെ വരുന്നത് 5 ആണ്. അപ്പൊ ഈ ഒരു ലൈനിന്റെ ലെങ്ത് 6 ആയിരിക്കും വരിക. ഇനി ഇതാ നോക്കിയാടാ, ഇവര് തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു സൈഡുകൾ ഏതൊക്കെയാണ് മക്കളെ വരുന്നത്, 2/4 അല്ലെ. ഈ ഒരു ട്രയാങ്കിളിൽ വരുന്ന ആളാരാടാ മക്കളെ, 2. ഈ ഒരു ട്രയാങ്കിളിൽ വരുന്ന ആളാരാ, 4 ആണ്. 2/4 എന്ന് പറയുന്ന ആൾ വരുന്നത്. അതുപോലെ ഇവിടെ നോക്കി, ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് 3 ആണ്. ഡിവൈഡഡ് ബൈ ഈ ഒരു ആംഗിളിന് കിടക്കുന്ന ആ ഒരു സൈഡ് എത്രയാണ് മക്കളെ വരുന്നത്, 6 ആണ് വരുന്നത്. ഈ 2/4 എന്ന് പറയുമ്പോൾ 1 2s are 2, 2 2s are 4 അല്ലെ. അതുപോലെ 1 3s are 3, 2 3s are 6 അല്ലെ. ഇവര് തമ്മിലുള്ള റേഷ്യോ സെയിം അല്ലടാ, അല്ലേ. ഈ ഒരൊറ്റ കാരണം തന്നെയാടാ മക്കളെ നമ്മൾ ഇവിടെ എന്താ പറയുക, ഈ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന കാര്യത്തിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് അല്ലേ. അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ ആണ്. സിമ്പിൾ ആയിട്ട് ഉറപ്പിക്കാം. അപ്പൊ നമ്മുടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും മക്കളെ ഇതിന് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാ. വീണ്ടും നമുക്ക് ദ ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ആർ ഈക്വൽ അല്ലെ. അതായത് ഒരു ടാൻജന്റ്, ഒരു സർക്കിളിന്റെ മുകളിലോട്ട്, ഞാനൊരു സർക്കിളിന്റെ മുകളിലോട്ട് രണ്ട് ടാൻജന്റ് അല്ലെ, ടാൻജന്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ടാൻജന്റും എന്തായിരിക്കും അറിയാം, ഈക്വൽ ആയിരിക്കും എന്നുള്ളത് അറിയാം ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് മക്കളെ. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടിയുള്ള തൊടുവര ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. The tangent through a point on circle is perpendicular to the diameter through that point അല്ലേ. ഇതാ നോക്കിയടാ, ഈ പറഞ്ഞ പോയിന്റിലുള്ള ടാൻജന്റ് ഈ ഒരു ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആണ്. ഈ പറയുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലേ, ഈ പറയുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മള് കഴിഞ്ഞ വീഡിയോയില്, നമ്മുടെ ആ ഒരു മുൻ വീഡിയോയില് നമ്മൾ കൃത്യമായിട്ട് ക്രിസ്മസ് എക്സാമിന് നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ. ഈ ഒരു രണ്ട് ടാൻജന്റും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 90 ഡിഗ്രി ആയ കാരണം ഇല്ലേ, ഈ ഒരു ഒ പി എന്ന് പറയുന്ന സൈഡ് ഇതിൽ നിന്ന് ഇത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ഒരു രണ്ട് ട്രയാങ്കിളുകളാണ് മക്കളെ വരുന്നത്. രണ്ട് ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയില്ലേ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതും അതുപോലെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൽ നിന്ന് ഈ രണ്ട് സൈഡും 6 ആണെന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് PA² ഈസ് ഈക്വൽ ടു ഇരിക്കുന്നു കൊണ്ട് എഴുതാം മക്കളെ, OP² മൈനസ് R² എന്ന് കൊണ്ട് എഴുതാം. അതുപോലെ PB² ഈസ് ഈക്വൽ ടു ഇരിക്കുന്നു കൊണ്ട് എഴുതാം മക്കളെ, OP² മൈനസ് R² എന്ന് കൊണ്ട് എഴുതാം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയ കാരണം എനിക്ക് എന്തുകൊണ്ട് എഴുതാം മക്കളെ, PA² ഈസ് ഈക്വൽ ടു PB² എന്ന് കൊണ്ട് എഴുതാം. അപ്പൊ PA ഈസ് ഈക്വൽ ടു PB എന്ന് കൊണ്ട് എഴുതാൻ പറ്റും ഇല്ലേ. ഇങ്ങനെയാണ് നമ്മൾ PA ഈസ് ഈക്വൽ ടു PB ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയമീറ്റർ
പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമല്ലടാ നമ്മളെ ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പൊ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൃത്യമായിട്ടുള്ള റീസൺ അല്ലടാ മക്കളെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ both statements are true and statement 2 is the reason for 1, അല്ലെ? പ്രസ്താവനകൾ രണ്ടും ശരിയാണ്, പ്രസ്താവന ഒന്നിന്റെ കാരണമാണ് പ്രസ്താവന ഒന്ന് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം മക്കളെ. അപ്പൊ ഈ രണ്ട് ചോദ്യം ഇല്ലേ, അപ്പൊ അവസാനം പറഞ്ഞ രണ്ട് ചോദ്യങ്ങളും മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അസേർഷൻ ആൻഡ് റീസൺ അല്ലെങ്കിൽ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിന്റെ സെക്ഷൻ ബിയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ 1 or 2 വട്ടം കണ്ടു കഴിഞ്ഞാലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ആ ഒരു അവസാനത്തെ 2 ചോദ്യങ്ങൾ അത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ടാൽ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ചെയ്തു പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ. താങ്ക് യു.